നമസ്കാരം. നരേന്ദ്രമോദി തുടർച്ചയായി മൂന്നാമത്തെ തവണയും ഭാരതത്തിന്റെ പ്രധാനമന്ത്രിയായി ചുമതലയേറ്റ അവസരത്തിൽ NDA സർക്കാർ കഴിഞ്ഞ 10 വർഷം നടത്തിയ ഒരുക്കങ്ങൾ മാത്രമാണെന്നും അന്ന് ആവിഷ്കരിച്ച ലക്ഷ്യങ്ങൾ അതിന്റെ പ്രായോഗിക നിർവഹണത്തിലേക്ക് നീക്കുകയാണെന്നും പ്രധാനമന്ത്രി പ്രഖ്യാപിക്കുകയുണ്ടായി. ഇനി ഒരു തവണ കൂടി മോദി മന്ത്രിസഭ അധികാരത്തിലെത്തിയാൽ ഭാരതത്തിന്റെ വളർച്ച അതിവേഗത്തിൽ ആകുമെന്ന് തിരിച്ചറിഞ്ഞ പല വിദേശ ശക്തികളും സർവശക്തിയും എടുത്തുകൊണ്ട് പോരാടിയിട്ടും കപടതന്ത്രങ്ങൾ തിരിച്ചറിഞ്ഞ് ജയിച്ചു വന്ന സർക്കാർ വ്യക്തമായ പദ്ധതികളോടെയാണ് മുന്നണി സംവിധാനത്തിനെ അതിന്റെ പൂർണ്ണതയിൽ എത്തിച്ചത്. BJPക്ക് പൂർണ്ണ ഭൂരിപക്ഷം ലഭിക്കാത്തതിനാൽ സഖ്യകക്ഷികളാവും ഭരണം നിയന്ത്രിക്കുക എന്ന് പരിഹസിച്ച പ്രതിപക്ഷത്തെയും മാധ്യമങ്ങളെയും നിശബ്ദരാക്കി 85% മന്ത്രിമാരും BJPയിൽ നിന്ന് സത്യപ്രതിജ്ഞ ചെയ്യുകയായിരുന്നു. 72 മന്ത്രിമാരിൽ 61 പേർ BJPയിൽ നിന്നും 11 പേർ സഖ്യകക്ഷികളിൽ നിന്നുമായിരുന്നു. 31 ക്യാബിനറ്റ് മന്ത്രിമാർ, 5 സ്വതന്ത്ര ചുമതലയുള്ള മന്ത്രിമാർ, 36 സഹമന്ത്രിമാർ എന്നിങ്ങനെയാണ് മന്ത്രിസഭയുടെ കണക്ക്. കൃത്യമായ നയതന്ത്രം മുന്നോട്ട് വച്ച BJPയുടെ നേതൃനിര NDA സഖ്യകക്ഷികളുടെ മന്ത്രിസഭാ പ്രാതിനിധ്യ അവകാശത്തോടാണ് നീതിയുക്തമായി പ്രതികരിച്ചത്. 2014 മുതലുള്ള 10 വർഷത്തെ ഭരണത്തിന് ശേഷം NDA സർക്കാർ മാറുകയായിരുന്നുവെങ്കിൽ രാജ്യത്തിന്റെ അക്കാലയളവിലെ നേട്ടങ്ങളെല്ലാം നഷ്ടപ്പെടുത്തി 20 വർഷമെങ്കിലും പുറകോട്ടു പോകുന്ന അവസ്ഥ ഉണ്ടാകുമായിരുന്നു. തികച്ചും വ്യത്യസ്തമായ വീക്ഷണങ്ങളുള്ള പാർട്ടികൾ ചേർന്ന ഇന്ത്യ മുന്നണിക്ക് രാജ്യ താൽപര്യങ്ങൾക്കനുസരിച്ച് ഒരു കർമ്മപദ്ധതിയും തയ്യാറാക്കുവാൻ സാധിക്കുമായിരുന്നില്ല എന്നത് നമുക്ക് അവരുടെ ഇടപെടലുകളിൽ നിന്നും വ്യക്തമാണ്. ഭാരതം വീണ്ടും അഴിമതിയുടെ രാജ്യമായി മാറിയേനെ. രാജ്യവിരുദ്ധ ശക്തികളും ജോർജ് സോറസുമാരും അടക്കമുള്ളവർ പിൻവാതിലിലൂടെ കാര്യങ്ങൾ തീരുമാനിക്കുന്ന അവസ്ഥ വന്നിരുന്നുവെങ്കിൽ കഴിഞ്ഞ 10 വർഷത്തെ നേട്ടങ്ങൾ പൂർണ്ണമായും ഇല്ലാതെയാകുന്ന നാളുകൾ വന്നെത്തുമായിരുന്നു. ഇതിനെയെല്ലാം അതിജീവിച്ചുകൊണ്ടാണ് മോദിയുടെ മൂന്നാം സർക്കാർ വരുന്നത്. അഴിമതിക്കെതിരെ കടുത്ത നടപടികൾ കൈക്കൊള്ളുകയും വികസനത്തിന് അതിവേഗം കൈവരിക്കുമെന്നുള്ളതും തീർച്ചയാണ്. മുന്നണികൾ തമ്മിലുള്ള സമവാക്യങ്ങൾ കൃത്യമായി തന്നെ വിലയിരുത്തുന്നതിനും നടപ്പാക്കുന്നതിനും മോദിയും മുതിർന്ന നേതാക്കളും സ്വീകരിച്ച ഒരുക്കങ്ങൾ മുന്നണി വളരെ നല്ല രീതിയിൽ തുടങ്ങുന്നതിന് സഹായകരമായി. NDAയിൽ പ്രശ്നങ്ങൾ ഉയരും എന്ന് കാത്തിരുന്ന പ്രതിപക്ഷ കക്ഷികൾക്ക് ചന്ദ്രബാബു നായിഡുവിന്റെയും നിതീഷ് കുമാറിന്റെയും NDAയ്ക്കുള്ള ശക്തമായ പിന്തുണ തിരിച്ചടിയായി. ജയ് ഹിന്ദ്.